ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ കഴിഞ്ഞ 10 ദിവസമായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിലും വടക്കൻ മേഖലകളിലും കൂടുതൽ റോക്കറ്റ് ആക്രമണം, ഡ്രോൺ ആക്രമണം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതിനുള്ള കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് വഴി 100-ൽ കൂടുതൽ സ്ഥലങ്ങളിൽ ലബനനുള്ളിൽ ഇസ്രായേൽ ചെന്ന് ആക്രമിക്കുന്നു. അടുത്ത അരമണിക്കൂറിനുള്ളിൽ തിരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി ചില സംഭവങ്ങൾ ഉണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 10 ദിവസമായി വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും അതിർത്തി പ്രദേശത്ത് നടന്നിട്ടില്ല. എന്നാൽ 4-ാം തീയതി ഉച്ച മുതൽ ഈ അവസ്ഥയെല്ലാം തലകീഴായി മാറാൻ തുടങ്ങി. ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ 150-ൽ കൂടുതൽ മിസൈൽസ് ഇസ്രായേൽ പ്രദേശങ്ങൾക്കുള്ളിലേക്ക് ഹിസ്ബുള്ള അയച്ചു. കൂടാതെ ഒരു 35 ചതുരശ്ര കിലോമീറ്റർ മുഴുവനായും ആ ഇസ്രായേലിലെ പ്രദേശങ്ങൾ മുഴുവനായും കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. ഈ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ എന്താണ് പ്രശ്നം? ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഹിസ്ബുള്ള ഒരു ഭാഗത്ത് ഒരു വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഗാസയിൽ നിങ്ങൾ ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ചാൽ ഞങ്ങൾ ആക്രമിക്കുന്നതും അവസാനിപ്പിക്കാമെന്ന് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് നൽകിയാലും ഈ രണ്ട് ഭാഗവും ഇതിനെ നടപ്പിലാക്കാനുള്ള യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ആക്രമണം ഒരിക്കലും കുറയാൻ പോകുന്നില്ല. കാരണം ഗാസയ്ക്കുള്ളിൽ ഇസ്രായേലിന്റെ ആ താല്പര്യം അവർക്ക് സംതൃപ്തമാകുന്നതുവരെ, അവരുടെ ചില നയങ്ങൾ അവിടെ വരുന്നതുവരെയും ഇസ്രായേൽ അവരെ ആക്രമിക്കും. തീർച്ചയായും ഇസ്രായേൽ അവരുടെ ആക്രമണം ഗാസയ്ക്കുള്ളിൽ അവസാനിപ്പിക്കില്ല. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കുള്ള ഒരേയൊരു വഴി ഒന്നുകിൽ നയതന്ത്രമായി ഇസ്രായേലിനെ മുട്ടുകുത്തിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ വടക്കൻ പ്രദേശങ്ങളിൽ ഒരു വലിയ സമ്മർദ്ദം നൽകണം. മിലിറ്ററി വൈസ് ഒരു വലിയ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിനെ തങ്ങളുടെ ചൊൽപ്പടിക്കുള്ളിലാക്കണം. എന്നാൽ ആദ്യം പറഞ്ഞ നയതന്ത്രപരമായ കാര്യം ഹിസ്ബുള്ളയെ കൊണ്ടൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ അവരും അവരുടെ റോക്കറ്റ്സ് ഉപയോഗിച്ച് ഡ്രോൺ വെച്ച് ആക്രമിക്കുക, ഇങ്ങനെ കാര്യമായ ഒരു നഷ്ടം ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നടന്ന നാടകം എല്ലാം നമുക്കറിയാം. പ്രിയംപ്റ്റീവ് സ്ട്രൈക്ക് ഇസ്രായേൽ ചെയ്യുക, ഇത് കഴിഞ്ഞ് ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിച്ചു, ഇത് ഞങ്ങളുടെ വലിയൊരു വിജയമാണെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു. ഇതൊക്കെ ഇതിനു മുൻപ് സംഭവിച്ച അവസാനിച്ച കാര്യം. ഇപ്പോൾ വീണ്ടും സംഭവിച്ചത് ഗാസയ്ക്കുള്ളിൽ, പ്രധാനമായും ഈ ഫിലോഡൽഫിയ കോറിഡോർ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ലൈം ലൈറ്റിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇസ്രായേൽ പറയുന്നത് ഭാഗികമായി ആ പ്രദേശത്ത് നിന്ന് ഞങ്ങളുടെ പട്ടാളക്കാരെ തിരികെ കൊണ്ടുവരാം, എന്നാൽ മുഴുവനായും ആ കോറിഡോർ വിട്ട് ഞങ്ങൾ വരില്ല എന്നവർ പറഞ്ഞു. ഇതിന് ഈജിപ്തിൽ നിന്നും ഒരു വലിയ എതിർപ്പ് വന്നു. അതുപോലെ ഗാസയ്ക്കുള്ളിലെ ഹമാസിൽ നിന്നും ഒരു വലിയ എതിർപ്പ് വന്നു. കാരണം ഇത് ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട കോറിഡോറാണ്. ഇതിനുള്ള സെക്യൂരിറ്റി നൽകേണ്ട ഉത്തരവാദിത്തം ഈജിപ്തിനാണുള്ളത്. പാട്രോളിംഗ്, ഫെൻസിംഗ്, ബോർഡർ സെക്യൂരിറ്റി, ഗാർഡിംഗ് ഇവയെല്ലാം ഈജിപ്താണ് നൽകേണ്ടത്. എന്നാൽ ഇസ്രായേൽ പട്ടാളക്കാർ ആ സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രശ്നം അത്ര പെട്ടെന്ന് സ്മൂത്തായി അവസാനിക്കാനുള്ള സാധ്യത വളരെ വൈകി പോവുകയാണ്. ഇപ്പോൾ ഹിസ്ബുള്ള ചെയ്തത് വീണ്ടും അവരുടെ ആക്രമണം, അവരുടെ മിസൈൽസ് ഉപയോഗിച്ച് വടക്കൻ പ്രദേശത്തുള്ള നോർത്തേൺ ഗലീലി, കിരിറ്റ് ഷിമോന ഈ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് കൂടുതൽ അൺഗൈഡഡ് സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ പക്കൽ ഒരുപാട് വെപ്പൺസ് ഉണ്ട്, ലക്ഷക്കണക്കിന് റോക്കറ്റ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ കൃത്യത ഒരു ചോദ്യചിഹ്നമാണ്. അത് നമ്മളൊക്കെ സമ്മതിച്ചേ മതിയാകൂ. കാരണം അവർ എത്ര തന്നെ 100 കണക്കിന് മിസൈൽസ് അയച്ചാലും അതിൽ ചില മിസൈൽസ് മാത്രമേ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി പതിക്കുകയുള്ളൂ. കാരണം ഇവർ സാധാരണ ഉപയോഗിക്കുന്ന കത്തിക്ഷ റോക്കറ്റ്സ് എല്ലാം ആക്യുറസി വലിയ രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഈ ഹിസ്ബുള്ളയുടെ പക്കൽ ആക്യുറസിയുള്ള വെപ്പൺസ് ഒന്നും ഇല്ലേ, മിസൈൽസ് ഒന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അവരുടെ ആർസനലിൽ അതിനാവശ്യമായ എല്ലാ ആയുധങ്ങളുമുണ്ട്. പക്ഷെ അവർ ഇതുവരെയും അതൊന്നും പുറത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളിൽ അവർ അധികം ഉപയോഗിക്കുന്ന റോക്കറ്റ്സ് എല്ലാം അൺഗൈഡഡ് റോക്കറ്റ്സ് ആയിട്ടാണ് പോയി വീഴുന്നത്. ഇതിലിപ്പോൾ 4-ാം തീയതി ഉച്ചയ്ക്ക് ഒരു 3 മണിയോട് കൂടി 65 റോക്കറ്റ്സ് 1 മണിക്കൂറിനുള്ളിൽ ഈ കിരിറ്റ് ഷിമോൻ ഭാഗത്തേക്ക് അവർ അയച്ചു. ഇങ്ങനെ അയച്ചതിൽ മൊത്തത്തിൽ 17 വീടുകൾ ആ ഒരു ഭാഗത്ത് മാത്രം കത്തി നശിച്ചു. ഒരു വലിയ നഷ്ടം അവിടെ ഉണ്ടായി. എന്നാൽ ഇവിടെ മരണം സത്യത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിൽ ഇസ്രായേലിന്റെ സ്റ്റേറ്റ്മെന്റിനെ മാറ്റിവെച്ച് നോക്കിയാലും ആ ഭാഗത്തുള്ള കൂടുതൽ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്ത് കാഷ്വാലിറ്റീസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ നോർത്തേൺ ഭാഗങ്ങളിലെ ഇസ്രായേൽ പ്രദേശങ്ങളിൽ, നോർത്തേൺ ഗലീലിയിലെ ഇസ്രായേൽ കമാൻഡ് പോസ്റ്റിലെ 3 സ്ഥലങ്ങളിൽ ഇതേ ഹിസ്ബുള്ള അവരുടെ റോക്കറ്റ് ഉപയോഗിച്ച് ഒരു വലിയ ആക്രമണം നടത്തി. ഇതിൽ ഇസ്രായേലിന്റെ 5 സൈനികർ വരെ മരിച്ചിട്ടുണ്ടാകാമെന്ന് ഹിസ്ബുള്ള ഒരു അഭിപ്രായം പറയുന്നു. എന്നാൽ ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ അറിയിപ്പ് വന്നിട്ടില്ല. എന്നാൽ അവരത് നിഷേധിക്കുകയും ചെയ്തിട്ടില്ല. ആക്രമണം നടത്തി എന്ന് പറഞ്ഞു, ഞങ്ങളുടെ സൈനികർ ഇത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രസ്താവനയും വന്നില്ല. ഇതിനിടയിൽ ഹിസ്ബുള്ള ഫയർ ചെയ്ത ആ റോക്കറ്റ്സ് എല്ലാം തുറന്ന നിലത്ത് വീണ് പൊട്ടിത്തെറിച്ചതുകൊണ്ട് ഒരുപാട് നാശനഷ്ടം ഇസ്രായേലിനുണ്ടായി. അവരുടെ വടക്കൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി.
ഒരു 35 ചതുരശ്ര കിലോമീറ്റർ ഭാഗങ്ങളിൽ ഇത് കാരണം ആ പ്രദേശത്ത് വലിയൊരു തീപിടുത്തമുണ്ടായി. ഒരു പുക മറയാൽ ആ പ്രദേശം തന്നെ ചുറ്റപ്പെട്ടു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്ത് വരും കാലങ്ങളിൽ ഇസ്രായേലിന് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുമെന്ന് ഒരുപാട് പേർ അവരുടെ അഭിപ്രായങ്ങളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നെതന്യാഹുവിനെതിരെയുള്ള സമരം ഇപ്പോൾ ചെറിയ സമാധാനമായതുപോലെ തോന്നിയാലും അടുത്ത ഘട്ടമായി അവരുടെ 2ാം ഘട്ട പ്രതിഷേധത്തിന് അവർക്ക് ആവശ്യമായ ആളുകളെല്ലാം അവർ ഒരുമിച്ച് കൂട്ടുകയാണ്. ചില സോഴ്സസ് എടുത്ത് നോക്കിയാൽ 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആളുകൾ ഈ പ്രദേശത്തിൽ പങ്കെടുക്കുന്നതായി പറയുന്നു. ഇത് ഒരു വലിയ മാസീവായ സമരം തന്നെയാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെയെങ്കിലും ബന്ധികളെ തിരികെ കൊണ്ടുവരണം. നിങ്ങൾ ഇങ്ങനെ സമയം വെറുതെ കളയുന്നതല്ലാതെ അവരുടെ കണ്ടീഷൻസിനൊന്നും നിങ്ങൾ സമ്മതിക്കുന്നില്ല. അത് അംഗീകരിക്കാൻ കഴിയുന്നവയാണെങ്കിൽ പോലും നിങ്ങളത് സ്വീകരിക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈഗോ കാരണം ബാക്കിയുള്ള ബന്ധികളുടെ ജീവനുമായി നിങ്ങൾ കളിക്കുകയാണ്. മറ്റേതെങ്കിലും നാടുകളാണ് ഈ സ്ഥാനത്തെങ്കിൽ എങ്ങനെയെങ്കിലും ബന്ധികളെ തിരികെ കൊണ്ടുവരാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ തിരികെ കൊണ്ടുവന്നിട്ട് ബോർഡർ സെക്യൂർ ചെയ്യുകയും പിന്നീട് എങ്ങനെ ആക്രമിക്കാം എന്നുള്ള പദ്ധതി ഇടും. എന്നാൽ നിങ്ങൾ ഈ സ്ഥലത്ത് നിങ്ങളുടെ അഹംഭാവം മാത്രം നിലനിർത്തിക്കൊണ്ട് ബന്ധികളെ തിരികെ കൊണ്ടുവരുന്നതിൽ നിങ്ങൾ ഒരുപാട് താമസിക്കുകയാണ് എന്ന് ബന്ധികളുടെ കുടുംബവും പ്രതിഷേധക്കാരും ഒരേ സ്വരത്തിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇസ്രായേൽ മുഴുവനും ഈ 2 ഭാഗമായി പിരിഞ്ഞ് ജനങ്ങൾ പ്രതിഷേധം നടത്തുന്നത് വലിയ പ്രശ്നമായി തോന്നിയില്ല എന്നുണ്ടെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് കാരണം ഇസ്രായേലിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം അടുത്ത ഇലക്ഷൻസ് വരുന്നുണ്ട്. ഗാസ വാർ എന്നത് ഇസ്രായേലിന്റെ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ നിർണ്ണയിക്കാനുള്ള ഒരു ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ UK നിന്നും ഒരു അറിയിപ്പ് വന്നു. ഇസ്രായേലിന് മേജറായി ഞങ്ങൾ ആംസ് ഒന്നും എക്സ്പോർട്ട് ചെയ്യില്ല എന്ന്. ഒരു നിശ്ചിത തുകയുടെ ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായ ലൈസൻസ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണെന്ന് അറിയിപ്പ് വന്നു. പക്ഷേ ഇസ്രായേലിനും ബ്രിട്ടനും ഇടയിൽ ഏകദേശം 350-ൽ കൂടുതൽ ആംസ് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട്. സ്വകാര്യ മേഖല, പൊതുമേഖലയിലെല്ലാം ഉണ്ട്. ഇതിൽ ഇപ്പോഴത്തേക്ക് 30 ലൈസൻസ് മാത്രമേ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് പുറത്തു വന്നത്. ഇത് വലിയ മാറ്റങ്ങളൊന്നും സൃഷ്ടിക്കില്ല. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പല വാർത്തകളിൽ ഹെഡ്ലൈൻസ് കാണുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? UK ഇസ്രായേലിന് വെപ്പൺസ് നൽകില്ല എന്ന് പറഞ്ഞു. ആ ലൈസൻസ് അവർ എത്രയും പെട്ടെന്ന് റദ്ദാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഹെഡ്ലൈൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് വലിയ കാര്യമായി തോന്നാം. പക്ഷെ അകത്തേക്ക് പോയി കാര്യങ്ങൾ അറിയുമ്പോഴാണ് എത്ര ലൈസൻസ് ഉണ്ട്, എത്ര ലൈസൻസ് ആണ് റദ്ദാക്കിയത്, എത്ര വെപ്പൺസ് ഇവരെ കൊണ്ട് റദ്ദാക്കാൻ കഴിയും എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോഴാണ് വെറും 30 ലൈസൻസ് മാത്രം. മുഴുവനും നോക്കുമ്പോൾ അതിലൊരു 10% പോലുമില്ല. ആ 10% അവർ ക്യാൻസൽ ചെയ്യുന്നത് വഴി ഗാസ യുദ്ധത്തിൽ വലിയ യാതൊരു മാറ്റവും നൽകാൻ പോകുന്നില്ല. ഇതിപ്പോ മുൻപ് അമേരിക്ക നടത്തിയ ഒരു നാടകം പോലെയാണ്. ഇല്ല, ഇതിനുശേഷം ഞങ്ങൾ ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായ വെപ്പൺസ് കുറച്ച് ദിവസത്തേക്ക് നൽകില്ല എന്ന്. എന്നാൽ അതേ സമയത്തും ഇതേ UK വഴിയാണ് ഇൻഡയറക്റ്റായി അവർക്കായിട്ടുള്ള വെപ്പൺസ് അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ അടിക്കുന്നത് പോലെ അഭിനയിക്കും, നീയും കരയുന്നത് പോലെ അഭിനയിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ്. ഇസ്രായേലിലേക്കുള്ള സഹായങ്ങൾ കുറയുന്നത് പോലെ കാണിക്കുകയാണെങ്കിലും തീർച്ചയായും 100% ഏത് നാടുകളെ കൊണ്ടും ഇസ്രായേൽ നൽകുന്ന സഹായങ്ങൾ നിർത്താൻ കഴിയില്ല. നിർത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നുണ്ടെങ്കിൽ അത് അവർക്ക് എപ്പോഴേ കഴിയുമായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് അവർ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകും. ഇസ്രായേലിന്റെ ഓപ്പറേഷൻസും അവിടെ അവസാനിക്കാൻ പാടില്ല. മറ്റ് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഈ ഒരു യുദ്ധത്തെ ഇവരെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കൂ. പ്രധാനമായും അറബ് ലോകനാടുകൾ, അറബ് ലീഗിലുള്ള നാടുകൾ, ഇറാൻ, ഇറാഖ് പോലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്നാൽ മാത്രമേ ഈ ഒരു യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ട സാധ്യതകളുള്ളൂ. എന്നാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പോകുന്നുണ്ട്. അവർ ഒരു റിട്ടാലിയേഷൻ ചെയ്യും എന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെയും ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇറാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നയതന്ത്രപരമായാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് അവർ എത്ര തന്നെ പറഞ്ഞാലും ലോകം മുഴുവനും ഉണ്ടായിരുന്ന സപ്പോർട്ടേഴ്സിന് ഇറാനിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ പതിയെ ഇപ്പോൾ കുറയാൻ തുടങ്ങി. ഇത് തന്നെയാണ് സത്യവും. നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം, ഇറാൻ അങ്ങനെയാണ്, ഇറാൻ ഇങ്ങനെയാണ്, അവർ എന്ത് വേണമെങ്കിലും ചെയ്യും, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഒരു പക്ഷേ ഇറാൻ കാത്തിരിക്കുകയാണ് നല്ലൊരു സമയത്തിന് വേണ്ടി എന്നൊക്കെയും പലരും പറയാം. എന്നാൽ ഇവിടെ എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യം, ഹിസ്ബുള്ള അവരുടെ റിട്ടാലിയേഷൻ ചെയ്ത് അവസാനിപ്പിച്ചു, നിങ്ങൾ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? കാരണം നിങ്ങൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. നിങ്ങളുടെ ഈ ഒരു നിശബ്ദത കാരണം ഇസ്രായേൽ വളരെ മോശമായി ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും അവരുടെ ആക്രമണം കൂടുന്നുണ്ട്. ഇത്രത്തോളം മോശമായി ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരു തിരിച്ചടി നൽകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ വിശ്വാസം നിങ്ങൾ എങ്ങനെയാണ് സമ്പാദിക്കുക എന്ന് ഇറാന് എതിരെ ലോകമെമ്പാടു നിന്നും ഒരുപാട് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.
ഇപ്പോൾ ഇസ്രായേൽ ഗാസ പ്രശ്നം ഇറാനുള്ളിൽ ഒരു നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്ന അതേസമയം ഹെസ്ബുള്ള ഒരു 10 ദിവസം കഴിഞ്ഞ് വീണ്ടും അവരുടെ നോർത്തേൺ അതിർത്തികളെ തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.